ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ശുഭവും സന്തോഷവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ ഒരു നല്ല ധന്യ നിമിഷത്തിലാണ് ആയിരിക്കുന്നത്, അല്ലേ? അതെ, നമ്മളെല്ലാം പള്ളികളിൽ ഇപ്പം ഈ കുരിശിന്റെ വഴി കുരിശിൻ്റെ വഴി എല്ലാം. പിന്നെ എന്താ പറയുക, നോയമ്പിൻ്റെ അതെ അതെ സമയങ്ങളുമാണ്. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും നമ്മളെല്ലാം വളരെ ഭക്തിയോടും വിശുദ്ധിയോടും കുർബാന എല്ലാം കൈക്കൊള്ളുകയും നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ ഞാൻ വളരെ രസകരമായ എങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ബൈബിൾ വചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും അതികാലെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവാത്മാവ് നമ്മളടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം വിശ്വസിക്കുക, അത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു തരും. അതുമാത്രമല്ല കേട്ടോ, ഇപ്പോൾ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിശബ്ദരായി ഇരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ അത് അന്വേഷിക്കുക, നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ചില ആൾക്കാർ ദൈവം തരുന്നു പറഞ്ഞു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നും അന്വേഷിക്കില്ല. എന്നിട്ട് പറയും, ഞാൻ ഇത്രയും പഠിച്ചതാ, ദൈവം എന്നിട്ട് എനിക്കൊരു ജോലി തന്നില്ല. പ്രവൃത്തി നമ്മൾ ചെയ്യാൻ അതിന്റെ ഫലം ദൈവം തരും. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്താ ചെയ്യുക, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഇപ്പോൾ പോയി കുമ്പസരിക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസമൊക്കെ കുമ്പസരിച്ചില്ല. എന്നിട്ട് നമ്മുടെ ഇടയിലുള്ള പ്രശ്നം എന്താ പറയുക, നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുറമേ വിശുദ്ധരാണ്, നമ്മൾ ഹൃദയം കൊണ്ട് പലപ്പോഴും വിശുദ്ധരല്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ബൈബിളിൽ പറഞ്ഞ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാവരും ചോദിക്കും, ഞാൻ എന്തിനു കുമ്പസരിക്കണം, ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് പറയും, മറ്റവരെ പോലെ അല്ലല്ലോ ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ, ഇത് ചെയ്യുന്നില്ലല്ലോ. അത് തന്നെ ഏറ്റവും ഇപ്പൊ എല്ലാരും നോയമ്പെടുക്കും, ഇറച്ചി മീനൊക്കെ ഒഴിവാക്കും. അത് മാത്രമല്ല നോയമ്പ്, നമുക്ക് ഇഷ്ടമുള്ള സാധനം കൂടി വർജിക്കുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്നുള്ള ആൾക്കാർക്ക് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും പറയില്ല. തീർച്ചയായും അവർക്ക് ആവശ്യമാണ്. അവർക്ക് മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഭക്ഷണം കഴിക്കണം, പ്രോപ്പറായി കഴിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാൽസ്യം ഉള്ള ഭക്ഷണം കഴിക്കണം. ശരിയാണ്, ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കഴിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈദ്യന് രോഗിക്ക് ആവശ്യമുണ്ടെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈദ്യം പറയുന്നത് ചിലതൊക്കെ കേൾക്കണം, വിശ്വാസമാകാം. പക്ഷെ നമ്മൾ ഫുഡ് മാത്രമല്ലാതെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വർജിക്കുക, എന്തെങ്കിലും ഒരു സാധനം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ തമ്മിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സംസാരിക്കുക, എല്ലാം ചെയ്യും. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ അവരവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ കുറ്റം പറയും. അത് പറയരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പള്ളികളിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് നിന്ന് ഓരോരോ മരത്തിൻ്റെ ചോട്ടിൽ മാറി നിന്ന് കുറ്റം പറയരുത്. ദൈവത്തിന് അത് ഇഷ്ടമല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരാളുടെ അടുത്തൊരു ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി ധൈര്യമായി ക്ഷമ ചോദിച്ചു. ഈ നിങ്ങളുടെ ഈ നൊയമ്പ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരാമെന്ന് പറഞ്ഞ ഈശോയുടെ നാമത്തിൽ, മാതാവിൻ്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട്, മാധ്യസ്ഥം കൊണ്ട് ഈ നോയമ്പ് കാലം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കും. സംശയമുണ്ടോ ബ്രദറിന്? ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുരിശുമല കയറുമ്പോഴും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത പല കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തി തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രശ്നങ്ങളില്ലാത്തതല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തരണം ചെയ്യാനായിട്ടുള്ള ശക്തി ദൈവം തരും. തീർച്ചയായും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടെന്ന് ദൈവാത്മാവ് അല്ലെങ്കിൽ മാതാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ടൊന്ന് പറഞ്ഞേളാം, പോട്രാ എന്ന് അറിയാതെ പറ്റിപ്പോയി, ക്ഷമിച്ചേളാം. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം ഈ നോമ്പ് കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ തരും. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.